ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. കാറ്റഗറി 2 എക്സാമിന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസ്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 30 ചോദ്യങ്ങളാണ്. കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ഏറെക്കുറെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ നിന്നും തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സാമൂഹികമായ അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ അഭിലഷണീയമായ വഴികളിലൂടെ തിരിച്ചുവിടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ദമനം, ഉദാത്തീകരണം, യുക്തീകരണം, പ്രക്ഷേപണം. ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു മേഖലയാണല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വഴികളിലേക്ക് തിരിച്ചുവിടുന്ന എന്താണ്? ഉദാത്തീകരണമാണ് അല്ലെ, സബ്ലിമേഷൻ ആണ്. അടുത്ത ചോദ്യം, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനായി മാത്രം ഒരു കുട്ടി തന്റെ രക്ഷിതാക്കളെ അനുസരിക്കുന്നു. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ഇത് സംഭവിക്കുന്നത് ഏത് പ്രായത്തിലാണ്? അല്ലെ, 9 വയസ്സിന് മുമ്പായിട്ടാണ്. അപ്പൊ ഒരു ഫിയർ ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്ന സംഗതി എപ്പോഴാണ്? 9 വയസ്സിന് മുമ്പായിട്ടാണ്. അടുത്ത ചോദ്യം, ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്ത മാതൃക SOI മോഡലിൽ ഓർമ്മ ഉൾപ്പെടുന്നത് എവിടെയാണ്? പ്രവർത്തനത്തിലാണ് അല്ലെ, ഓപ്പറേഷൻസിലാണ് ഓർമ്മ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഫ്രോഡിന്റെ ഘടനാ മാതൃകയിൽ അഹം പ്രവർത്തിക്കുന്നത് ഇനി പറയുന്നവ അനുസരിച്ചാണ്. അഹം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈഗോ പ്രവർത്തിക്കുന്നത് എന്താണ്? അത് യാഥാർത്ഥ തത്വമാണല്ലേ, റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അടുത്ത ചോദ്യം, സാർവത്രിക വ്യാകരണം എന്ന ആശയം, യൂണിവേഴ്സൽ ഗ്രാമർ, ആരുടെ ആശയമാണ്? ചോംസ്കിയുടെ ആശയമാണ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 19 ഏപ്രിൽ 2017 ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, WAIS അത് എന്തിന്റെ ഉദാഹരണമാണ്? ബുദ്ധി പരീക്ഷ അല്ലെ, ഇന്റലിജന്റ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു WAS ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹവാർഡ് ഗാർഡനറുടെ അഭിപ്രായത്തിൽ ഒരുവന് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കുക വഴി അവരുമായി നല്ലതുപോലെ ഇടപഴകുവാൻ സാധിക്കുന്ന ബുദ്ധിശക്തിക്ക് പറയുന്ന പേരെന്താണ്? ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കാറ്റഗറി 1ലും ചോദിച്ചത്. വ്യക്തിയാന്തര ബുദ്ധിയാണ് അല്ലെ, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അടുത്ത ചോദ്യം, പഠനത്തെ ഒരു സാമൂഹിക പ്രവർത്തനമായി ബന്ധപ്പെടുത്തുന്ന ഒരു ക്ലാസ് മുറിയിൽ പഠനത്തെ ഒരു സാമൂഹിക പ്രവർത്തനവുമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ ഇവ ചെയ്യണം. ഗ്രൂപ്പ് ചർച്ചകളും ടീം വർക്കുകളും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അവിടെ വരുന്നത് അല്ലെ. പഠനത്തെ സാമൂഹിക പ്രവർത്തനവുമായി പ്രോത്സാഹിപ്പിക്കുന്നത്, അതായത് ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത് ഇവിടെ എന്താ വരിക? ഗ്രൂപ്പ് ചർച്ചകളും ടീം വർക്കുകളുമാണ്. അടുത്തത്, ഒരു അധ്യാപിക പൂവിന്റെ ഘടനയെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുവാനായി ആദ്യം പൂവിനെ മുഴുവനും കാണിച്ച ശേഷം അതിന്റെ ഓരോ ഭാഗങ്ങൾ വിവരിച്ച് നൽകി. ഈ ആശയം താഴെ പറയുന്നവയിൽ ഏത് പഠന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഗസ്റ്റാൾട്ട് പഠനമാണ് അല്ലേ. അപ്പൊ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർട്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, പാവ്ലോവിന്റെ പൗരാണികാനുബന്ധനമാണ്. ആ ഒരു സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം മണിയൊച്ച എന്തായി പരിണമിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് മണിയൊച്ച എന്തായിട്ട് മാറുന്നു? അനുബന്ധിത ചോദകം, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറുന്നു. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാനം കണ്ടുപിടിക്കാനുള്ള ശരിയായ സൂത്രവാക്യം IQ = MA/CA × 100 ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പഠന വൈകല്യത്തിന്റെ ഒരു സാധാരണ ലക്ഷണം അല്ലാത്തത്? അപ്പൊ ഈ കൂട്ടത്തിൽ ഏതാണ് ലക്ഷണമല്ലാത്തതായിട്ട് വരുന്നത്? നടക്കുവാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. അടുത്ത ചോദ്യം, തുടർച്ചയായ മൂല്യനിർണ്ണയത്തിൽ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്? വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിലാണ് തുടർച്ചയായ മൂല്യനിർണ്ണയം, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, ചങ്കിങ് എന്ന പദം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർമ്മയുമായി ബന്ധപ്പെട്ടാണ് ചങ്കിങ്. അടുത്ത ചോദ്യം, ഒരു കുട്ടി ഒരു ഫോൺ നമ്പർ പലതവണ ആവർത്തിച്ച് പറഞ്ഞ് ഓർമ്മയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? അപ്പൊ ആവർത്തിച്ച് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നതിന് എന്താ പറയുക? റിഹേഴ്സൽ എന്നാണ് പറയുക. അടുത്ത ചോദ്യം, പല സമൂഹങ്ങളിലും പെൺകുട്ടികൾക്ക് പിങ്ക് ആണ്, ആൺകുട്ടികൾക്ക് നീല എന്നത് ഇനി പറയുന്നതിൽ എന്തിന്റെ ഉദാഹരണമാണ്? ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ലിംഗ കോഡിംഗ് ആണ്. അടുത്ത ചോദ്യം, മടിയൻ പ്രായം എന്നറിയപ്പെടുന്ന കാലഘട്ടം സാധാരണ ഏത് പ്രായവിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? പിൽക്കാല ബാല്യമാണ്, ലേറ്റ് ചൈൽഡ്ഹുഡ് ആണ്. അടുത്ത ചോദ്യം, ആത്മനിഷ്ഠ രീതി എന്നത് ഏത് മനഃശാസ്ത്ര പഠന സമീപനത്തിന്റെ ഭാഗമാണ്? ആത്മനിഷ്ഠ രീതി ഇൻട്രോസ്പെക്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഘടനാ മനഃശാസ്ത്രമാണ്, സ്ട്രക്ചറലിസം ആണ്. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞവയിൽ ഏതാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത അല്ലാത്തത്? ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം നമുക്കറിയാലോ, ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ സവിശേഷത അല്ലാത്തത് കൂട്ടത്തിൽ ഏതാണ്? ഒറ്റപ്പെട്ട വസ്തുക്കൾ മനഃപ്പാഠമാക്കലാണ്.
അടുത്ത ചോദ്യം, തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് ടാറ്റ് എന്തിന്റെ ഉദാഹരണമാണ്? അത് പ്രക്ഷേപണ രീതി അല്ലെ, പ്രൊജക്റ്റീവ് ടെക്നിക്കിന്റെ ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞതിൽ ഋണപ്രബലനം എന്ന് പറയുന്ന നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതിന്റെ ഉദാഹരണം ഇവിടെ തന്നേക്കുന്നതിൽ ഏതാണ്? നല്ല പെരുമാറ്റത്തിന് വീട്ടുജോലികൾ എടുത്ത് കളയുക എന്നതാണ് ഋണപ്രബലനത്തിന് ഉദാഹരണമാകുന്നത്. അടുത്ത ചോദ്യം, എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ശക്തി, നേട്ടം, കഴിവ് എന്നിവ ഒരു വ്യക്തിയുടെ ഏത് ആവശ്യത്തിൽ ഉൾപ്പെടുന്നു? ഏത് ആവശ്യമാണ്? ആദര സംബന്ധമായ ആവശ്യമാണ്. അടുത്ത ചോദ്യം, പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായ രീതി ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്താണ്? വ്യക്തിഗതമാക്കിയ ഫീഡ്ബാക്കുകളോട് കൂടി ആഴ്ചതോറുമുള്ള ക്വിസുകൾ കൊടുക്കാം. ലേണിംഗിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് ആകുമ്പോൾ. അടുത്ത ചോദ്യം, പിയാഷയുടെ അഭിപ്രായത്തിൽ ഭൗതിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യഥാർത്ഥ വസ്തുക്കൾക്ക് പകരം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്? അത് പ്രാഗ്മനോവ്യാപാര ഘട്ടത്തിലാണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അടുത്ത ചോദ്യം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ CWSN, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന വിഭാഗത്തിൽ വൈകല്യമായി കണക്കിലെടുക്കാത്തത് ഏതാണ്? കൂട്ടത്തിൽ ഏതാണ്? ഉയർന്ന അക്കാദമിക നേട്ടമാണ്. അടുത്ത ചോദ്യം, ഭാഷയും ചിന്തയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വൈഗോട്സ്കിയുടെ ആശയത്തെ ഏറ്റവും നന്നായി ചിത്രീകരിക്കുന്നത് ഏതാണ്? അപ്പൊ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്? ഒരു പസിൽ പരിഹരിക്കുമ്പോൾ കുട്ടി സ്വയം സംസാരിക്കുന്നില്ലേ, അപ്പൊ അതാണ് ഇവിടെ നമുക്ക് എന്താണ് ആ ഒരു ലാംഗ്വേജ് ആൻഡ് തോട്ടും തമ്മിലുള്ള ബന്ധവുമായിട്ടുള്ള കണക്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, കുട്ടിക്കാലത്തെ വൈകാരിക വികാസത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന ഘടകം, കുട്ടിക്കാലം എടുക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായിട്ട് വരുന്ന എന്തായിരിക്കും? തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഇടപെടലും പരിചരണവുമായിരിക്കും. അടുത്ത ചോദ്യം, അനിതയ്ക്ക് ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ളതിനാൽ സാധാരണ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ തുടരാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. താഴെ പറയുന്നവയിൽ ഏത് തന്ത്രമാണ് ആ കുട്ടിക്ക് സാധാരണ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സഹായിക്കുക? എന്താണ്? അവളെ അധ്യാപികയുടെ അടുത്ത് ഇരുത്താനും പിന്നെന്താണ് ഇരുത്തുകയും അതോടൊപ്പം തന്നെ എന്താണ്? ഹ്രസ്വമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹ്രസ്വം, അതായത് ഷോർട്ട് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കാവുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാഴ്ച പരിമിതിയുള്ള കുട്ടികളിൽ സർഗാത്മകത വളർത്താനുള്ള ഒരു പ്രധാന തന്ത്രം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ കാഴ്ച പരിമിതി ഉള്ളവർക്ക് എന്താണ്? വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു ക്രിയേറ്റിവിറ്റി വളർത്താനായിട്ട് ഈ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താ കൊടുക്കാൻ കഴിയാം? കളിമൺ പോലെയുള്ള സ്പർശിക്കുന്ന കലാവസ്തുക്കൾ ഉപയോഗിക്കും. ടക്ടൈൽ ആയിട്ടുള്ള ആർട്ട് മെറ്റീരിയൽസ് കൊടുക്കുകയാണ് നമുക്കിവിടെ ചെയ്യാനായിട്ട് കഴിയാം. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ്, 30 ചോദ്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ തവണയും നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം മറ്റു ഓപ്ഷനുകളും തീർച്ചയായിട്ടും പഠിച്ചു പോകണം. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഓരോ കാര്യങ്ങളും അറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു എക്സാം വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഉത്തരം കണ്ടെത്തുന്നതിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അനാലിസിസ് വീഡിയോ, മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഓൾ.